ഈ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതൊക്കെ സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക കേട്ടോ. എന്നിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക, അത് നല്ലതാണ്. പിന്നെ ഇതിൽ ചെറിയ അരപ്പുണ്ട്. അപ്പോൾ അതിന് കുറച്ച് നാളികേരം എടുത്ത് 2-3 ടീസ്പൂൺ നാളികേരം എടുക്കുക. അത് കുതിർത്ത അണ്ടിപ്പരിപ്പ് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ നാളികേരപ്പാൽ എടുക്കാനായിട്ട് 1 മുറി നാളികേരത്തിൻ്റെ പാലെടുക്കുക കേട്ടോ. 1/4 കപ്പ് ഒന്നാം പാലും 1.25 കപ്പ് രണ്ടാം പാലും എടുത്ത് വയ്ക്കണം കേട്ടോ. പിന്നെ ഇത് നമ്മൾ കുക്കറിലാണ് ചെയ്യാൻ പോണത്. അപ്പോൾ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ തീ ചെറുതാക്കി വയ്ക്കുക. അതിനുശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞതും ചേർത്ത് സിമ്മിൽ വെച്ചിട്ട് കേട്ടോ ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. പച്ചമുളക് നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുക. സവാള ചേർക്കുമ്പോൾ നമ്മൾ തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക കേട്ടോ. സവാള ഒന്ന് വഴണ്ട് വന്നാൽ മതി, കളർ മാറണ്ട. പിന്നെ നമ്മൾ ആ വെള്ളത്തിലിട്ട് വെച്ച ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി എടുത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ക്യാരറ്റ് അരിഞ്ഞു വെച്ചത് ചേർത്ത് വീണ്ടും 1 മിനിറ്റും കൂടെ വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും 1/2 ടീസ്പൂണോളം ഉപ്പ് ആദ്യം ചേർക്കുക കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്താൽ മതി. നമ്മൾ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടില്ലേ, 1.25 കപ്പ് ഉണ്ടായിരുന്നു, അത് ചേർക്കുക. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ ഇട്ടാൽ 2 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക. പ്രഷറൊക്കെ പോയി തുറക്കുമ്പോൾ അത് ഇതുപോലെ, അപ്പോൾ നാളികേരം നമുക്ക് പിരിഞ്ഞ പോലെയൊക്കെ തോന്നും കേട്ടോ. അത് കുഴപ്പമില്ല, അത് ശരിയായിക്കോളും. ഇപ്പോൾ കഷ്ണങ്ങളൊന്നും വെന്തുടഞ്ഞിട്ടില്ല, പക്ഷേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ചേർക്കുക. വെള്ളം കുറച്ചും കൂടെ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കഴുകിയെടുക്കുക. അത് തിളയ്ക്കുമ്പോൾ നമ്മളതിലേക്ക് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരക്കപ്പ് തൊട്ട് 1 കപ്പ് വരെ എടുക്കാം. ഗ്രീൻ പീസ് വേവിച്ചിട്ട് ആ വെള്ളം ചേർക്കരുത്, ഗ്രീൻ പീസ് മാത്രം. അപ്പോൾ അധികം വെന്തുടയാണ്ട് ഇതുപോലെ നല്ല ഇതായിട്ട് കിട്ടണം കേട്ടോ. വെന്തുടഞ്ഞ് ഗ്രീൻ പീസ് ചേർക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നമ്മൾ ചേർത്ത് കൊടുത്തത് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാലില്ലേ, ആ ഒന്നാം പാല് 1/4 കപ്പോളം ഉണ്ടായിരുന്നു കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സിമ്മിലിട്ടിട്ട് ഒന്നാം പാല് ചേർത്താൽ മതി, പിന്നെ തിളപ്പിക്കേണ്ട. ഇനി ഒന്ന് ആവി വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. ഇത്രയ്ക്കുള്ള പണി കേട്ടോ. ഇനി ഇതിൽ കുറച്ച് കറിവേപ്പില ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് മുകളിലിട്ട് കൊടുക്കുക. അടച്ച് വെക്കേണ്ട, കുറച്ചിങ്ങനെ മൂടി തുറന്നിട്ട് അവിടെ വെച്ചാൽ മതി, പകുതി തുറന്നിട്ട്. അപ്പോൾ ഇതുപോലെ തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കട്ടിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സ്റ്റ്യൂ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്റ്റ്യൂവാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും ഈ സ്റ്റ്യൂവും ആയിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല പോള പോലത്തെ പപ്പടം പോലെ പൊള്ളച്ച പൂരിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റ്യൂ ആണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.